പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ പ്രതീക്ഷയിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടുകയാണ്. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കൂടിയാണിത്. കൂടുതൽ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വെങ്കല മെഡൽ നിലനിർത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ PR ശ്രീജേഷിന്റെ അവസാന മത്സരം കൂടിയാണ്. തീർച്ചയായും ഇന്ത്യ ഈ മത്സരം ശ്രീജേഷിന് വേണ്ടിയുള്ളതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ ഇതിഹാസ ഗോൾ കീപ്പറാണ്. നമ്മൾ മലയാളികൾക്കും അഭിമാന താരമാണ് PR ശ്രീജേഷ്. ഒരുപക്ഷെ ടീം ഇനത്തിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഉയർന്നു എന്നുള്ള ഏറ്റവും വലിയ താരം PR ശ്രീജേഷ് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും വലിയൊരു ലെഗസി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ 329ാം രാജ്യാന്തര മത്സരമാണത്. ഈ മത്സരത്തോടു കൂടി അദ്ദേഹം വിരമിക്കുന്നു. 18 വർഷം നീണ്ട കരിയറിനാണ് അവസാനമാകുന്നത്. ആ കരിയറിൽ ഒരു വിജയത്തോടു കൂടി മെഡലോടുകൂടി തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ശ്രീജേഷ് ഈ ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയോടൊക്കെ ബംഗളൂരുവിൽ വെച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സ്വർണ്ണമാണ് തൻ്റെ ലക്ഷ്യം, സ്വർണ്ണത്തോടു കൂടി പടിയിറങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് സാധിച്ചില്ല. കഴിഞ്ഞ സെമിയിൽ നമ്മൾ തോറ്റുപോയി ജർമ്മനിയോട്, നിലവിലെ ലോക ചാമ്പ്യന്മാരോട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ടോക്കിയോയിലെ പ്രകടനമെങ്കിലും ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇത്തവണ ആ മെഡലെങ്കിലും നിലനിർത്തിക്കൊണ്ട് ശ്രീജേഷിനൊരു വലിയ വിടവാങ്ങൽ കൊടുക്കാനാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ആ ഒരു ഇന്ത്യ ആദ്യ ക്വാർട്ടറൊക്കെ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് സ്പെയിനെ നേരിടുന്നത്. സമീപകാലത്തെ ഇന്ത്യയുടെ പ്രകടനങ്ങളും ഏറ്റവും മികച്ചു തന്നെയാണ്. ഒപ്പം തന്നെ ശ്രീജേഷിൻ്റെ പ്രകടനങ്ങളും ഇന്ത്യയുടെ ജയങ്ങളിലെല്ലാം തന്നെ വളരെയധികം നിർണായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്വാർട്ടറിൽ ജർമ്മനിക്കെതിരായ ആ വിജയം തന്നെ ശ്രീജേഷിന് സ്വന്തമായിട്ടുള്ളതാണ്. കാരണം ഒരു സേവ് ചെയ്തു, മത്സരത്തിലുടനീളം 8ഓളം സേവ്, അങ്ങനെ മത്സരത്തിലുടനീളം ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ശ്രീജേഷ് ചെയ്തു. അത്തരമൊരു പ്രകടനം തന്നെയാണ് ടൂർണമെൻറ്റിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഈ സെമിയിലും ആദ്യ ക്വാർട്ടറിൽ അത്തരം കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീജേഷ് മെഡലോടുകൂടി തന്നെ ഒളിമ്പിക്സ് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരുപക്ഷെ ഗോൾ കീപ്പിംഗ് പരിശീലകൻ്റെ റോളിലൊക്കെ ആയിരിക്കും ശ്രീജേഷ് നമുക്ക് കാണാനാവുക. അതിനു മുമ്പ് കണ്ണിറഞ്ഞ നമ്മുടെ ഇതിഹാസ താരത്തെ കാണാനുള്ള അവസരമാണ്. ശ്രീജേഷ് എന്തായാലും മെഡലുമായി വരട്ടെ. ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ 4ാം മെഡൽ കിട്ടട്ടെ. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീം. ഒപ്പം തന്നെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഹോക്കിയിൽ അത്രത്തോളം ആരാധകർ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ PR ശ്രീജേഷിൻ്റെ വരവോടെ ഇന്ത്യൻ ടീമിന് അതൊരു വലിയൊരു കരുത്തായിരുന്നു. PR ശ്രീജേഷ്, അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം കൂടിയാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇന്ത്യൻ ടീം ഇപ്പോൾ മത്സരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ സ്പെയിനിനെ നേരിടുകയാണ് ഇന്ത്യൻ ടീം. വിവരങ്ങളാണ് അനിൽ വാസുദേവ് നൽകിയത്.